ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജൂൺ 2025 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമ്മൾ ശരിക്കും ഡിസംബർ 2025 ഏറ്റവും അവസാനഘട്ട പ്രിപ്പറേഷൻ എന്ന നിലയിലാണ് നമ്മളിന്ന് ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്ന് നമ്മളിവിടെ ജൂൺ 2025 ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ചെയ്യേണ്ടത് ഇത് കൂടാതെ പുറകോട്ടുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെടുത്ത് അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വേണം ഈ അവസാന നിമിഷമുള്ള ഈ ഒരുക്കങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട്. നമുക്കധികം താമസിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, physical educators call as agility that does not involves running. ഈ ക്വസ്റ്റ്യനിൽ മക്ലോയി യങ് 1954 അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെഫിനേഷൻ പ്രകാരം ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് എജിലിറ്റി ഇൻവോൾവ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ ഒരു അതാണ് എജിലിറ്റി ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് റണ്ണിങ് ഇൻക്ലൂഡ് ചെയ്യാത്ത എജിലിറ്റി എന്ന് മക്ലോയുടെയും യങ്ങിൻ്റെയും അഭിപ്രായ പ്രകാരം ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് വിളിക്കുന്ന ആ ഫാക്ടർ ഏതാണെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നോക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഗസ് വർക്കെങ്കിലും ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി, സ്റ്റാറ്റിക് ഫ്ലെക്സിബിലിറ്റി, ക്വിക്നെസ്, ബാലൻസ്. എജിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതെ, നമുക്ക് പെട്ടെന്ന് ബോഡി ക്വിക്കലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുക. സോ ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി എന്ന ഓപ്ഷനുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തുകയും, ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെന്റിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റാറ്റിക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വിത്തൗട്ട് മൂവ്മെന്റ് നമ്മുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. ദെൻ ക്വിക്ക്നെസ് എന്ന് പറയുന്നത് എജിലിറ്റിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ബാലൻസും ക്വിക്നെസ്സും നമുക്ക് എജിലിറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വിക്നെസ്സും ബാലൻസും ഇവിടെ നിന്ന് അങ്ങ് മാറ്റാം. ഓക്കെ, ദെൻ നമുക്ക് ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി ആണോ സ്റ്റാറ്റിക് ഫ്ലെക്സിബിലിറ്റി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. എജിലിറ്റി ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് റണ്ണിങ്. ഓക്കെ, റണ്ണിങ് ഇൻവോൾവ് ചെയ്യാത്ത എജിലിറ്റി അത് ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി ആണോ സ്റ്റാറ്റിക് ഫ്ലെക്സിബിലിറ്റി ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ദെൻ അവിടെ ഒരു എന്താണ് റണ്ണിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ ഒരു ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. ഡൈനാമിക്കിൽ പറയുമ്പോൾ പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോവേണ്ടുന്ന ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റണ്ണിങ് ഇൻവോൾവ് ചെയ്യാത്ത എജിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതായിരിക്കും. ഓക്കെ, dynamic flexibility describes the ability to move joints smoothly and effectively through their full range of motion during physical activity. അപ്പോൾ റണ്ണിങ്ങിൽ നമ്മുടെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അവിടെ ചെയ്യുന്നുണ്ടോ? ഇല്ല. It's about active control and movement quality which can manifest as agility in tasks not requiring locomotion like running. അപ്പോൾ റണ്ണിങ് പോലുള്ള ഒരു ഇവന്റിൽ അവിടെ നടക്കുന്ന എന്താണ്? അവിടെ ഒരു കൺട്രോളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റീച്ചിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ക്വിക്ലി ഓർ പെർഫോമിങ് എ കൺട്രോൾഡ് ലിംബ് മൂവ്മെന്റ്. അതായത് ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി എന്നത് വരുന്നതിൻ്റെ ആ ഒരു ഇതാണ് പറയുന്നത്. നമ്മൾ എജിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ ക്വിക്ലി ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണെന്ന്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഡൈനാമിക് ഫ്ലെക്സിബിലിറ്റി എന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Dash are the primary source of blood supply to the heart muscles. അനാട്ടമി ആൻഡ് ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന പ്രൈമറി സോഴ്സ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്?
ടുവേർഡ്സ് ഹാർട്ട് മസിൽസ്, ഹാർട്ടിൽ നിന്ന് പുറത്തേക്കല്ല, ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആ സോഴ്സ് ഏതാണ്? അപ്പൊ ഇതിനകത്തിലെ ആർട്ടറീസിന്റെ കാര്യമാണ് എല്ലാ ഓപ്ഷൻസിലും പറഞ്ഞിരിക്കുന്നത്. യെസ്, ആർട്ടറീസ് എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആ സംവിധാനമാണ്. അപ്പോൾ അതിൽ തന്നെ ഏത് ആർട്ടറിയാണ് ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നത്, ബ്ലഡ് സപ്ലൈ ടു ദി ഹാർട്ട് മസിൽസ് നിർവഹിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. കൊറോണറി ആർട്ടറീസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പൾമണറി ആർട്ടറീസ്. ഓപ്ഷൻ സി റീനൽ ആർട്ടറീസ്. ഓപ്ഷൻ ഡി കരോട്ടിഡ് ആർട്ടറീസ്. ഓക്കെ, അതില് കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടറീസിനെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുക. പൾമണറി ആർട്ടറീസ് എന്ന് പറയുന്നത്, നമ്മൾ കൊറോണറി എന്ന വാക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. പൾമണറി എന്ന് പറയുന്നത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. റീനൽ എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. കരോട്ടിഡ് എന്ന് പറയുന്നത് നമ്മുടെ പൾസ് ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുമല്ലോ. യെസ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഏത് ആർട്ടറി ആയിരിക്കും? യെസ്, അപ്പോൾ അതാണ്, ഈ വാക്കുകൾക്കെല്ലാം ഭയങ്കരമായ അർത്ഥവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കൊറോണറി ആർട്ടറീസ് ആണ്. ഓക്കെ, ദീസ് ആർട്ടറീസ്, അതായത് കൊറോണറി ആർട്ടറീസ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദി അയോട്ട, അയോട്ടയിൽ നിന്നാണ് ബ്രാഞ്ച് ഓഫ് ചെയ്യുന്നത്. ദ മെയിൻ ആർട്ടറി ലീവിംഗ് ദ ഹാർട്ട് ആൻഡ് സ്പെസിഫിക്കലി റാപ്പ് അറൌണ്ട് ദ ഔട്ട്സൈഡ് ഓഫ് ദി ഹാർട്ട്. Their main function is to supply oxygen rich blood directly to the heart muscles. Okay, അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന ഒരു പേരും കൂടി ഇവിടെ പറയുന്നുണ്ട്, മയോകാർഡിയം. ഓക്കെ, അപ്പോൾ കൊറോണറി ആർട്ടറീസ് ഏത് വിധത്തിലാണ് ഉത്തരം വന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ കുറേ അധികം എഫേർട്ട് ഇട്ട് നമ്മുടെ തന്നെ കുറേ ഇൻവോൾവ്മെന്റ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡെക്സ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദി അസസ്മെന്റ് ഓഫ് ഒബേസിറ്റി? ഒബേസിറ്റിയുടെ അസസ്മെന്റിന് ഉപയോഗിക്കാത്ത ഇൻഡെക്സ് ഈ പറയുന്നതിൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒബേസിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡെക്സിന് പറയുന്ന പേരെന്താണ്? ബോഡി മാസ് ഇൻഡെക്സ്. ഈ ബോഡി മാസ് ഇൻഡെക്സിന് പല പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ ഓൾറെഡി ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബോഡി മാസ് ഇൻഡെക്സിന് പറയുന്ന മറ്റൊരു പേരാണ് പോണ്ടറൽ ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 ഓപ്ഷൻസ് ഡയറക്റ്റ്ലി നമ്മൾ ബോഡി മാസ് ഇൻഡെക്സിന് മറ്റു പേരുകൾ എന്ത് ഉണ്ടെന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഇതിൽ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരുകയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, റിലേറ്റീവ് ഓട്ടോണോമി ഇൻഡെക്സ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ റിലേറ്റീവ് ഓട്ടോണോമി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായിട്ട് ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടേം ആണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ കൺട്രോൾ ഓർ ഓപ്പറേഷണൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ഈ റിലേറ്റീവ് ഓട്ടോണോമി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദ ആപ്ലിക്കേഷൻ ഓഫ് റിലേറ്റീവ് ഓട്ടോണോമി ഇൻഡെക്സ് ലൈസ് ഇൻ ദ ഫീൽഡ്സ് സച്ച് as ഫിനാൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, often in terms of financial control or operational freedom. അപ്പോൾ നോക്കണം, ഇൻഡെക്സ് എന്ന് എല്ലായിടത്തും വന്നെന്ന് പറഞ്ഞ് എല്ലാം നമ്മുടെ ഫീൽഡുമായി പോലും ബന്ധമുള്ള വാക്കാകണമെന്നില്ല. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞതിന് നമ്മൾ ആർട്ടറീസ് എല്ലാത്തിനെയും കൂടെ കണ്ടു. അപ്പൊ ഇവിടെയും നമ്മൾ ബോഡി മാസ് ഇൻഡെക്സിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC officially approved in 2021 Olympic motto is Situs Altius Fortius. നമുക്ക് എല്ലാവർക്കും അറിയാം ദ ഫേമസ് ഒളിമ്പിക് മോട്ടോ എന്ന് പറയുന്നത് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് എന്നാണ്. എന്നാൽ 2021 ഒളിമ്പിക്സിനോടനുബന്ധിച്ച് നമ്മുടെ IOC ഒരു പുതിയൊരു വാക്കും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. നമ്മൾ ആസ് എ UGC നെറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വേഗം ആൻസർ ചെയ്യാൻ പറ്റേണ്ടുന്ന ഉത്തരവാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 സബർബനേറ്റ്, ഓപ്ഷൻ 2 കമ്മ്യൂട്ടർ, ഓപ്ഷൻ 3 കമ്മ്യൂണീറ്റർ, ഓപ്ഷൻ 4 കോമ്പിനേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിലപ്പം നമ്മൾ പഠിച്ചത് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ
ഇപ്പൊ സി കൂട്ടി എന്തോ ഒരു വാക്കാണെന്ന് നമ്മുടെ മനസ്സിൽ കാണും. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഓപ്ഷൻ അങ്ങ് വെട്ടും. അപ്പൊ ഇനി നമുക്ക് കമ്മ്യൂട്ടർ ആണോ, കമ്മ്യൂണിറ്റർ ആണോ, കോമ്പിനേഷൻ ആണോ? ഈ വാക്കിന്റെ അർത്ഥം ടുഗദർ എന്നാണ് വരുന്നതെന്ന് കുറെ കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. സോ കോമ്പിനേഷൻ എന്നൊരു വാക്കും നമുക്ക് അവിടെ വിടാം. കമ്മ്യൂട്ടർ, കമ്മ്യൂണിറ്റർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉത്തരവായിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു IOC തന്നിരിക്കുന്ന ഒളിമ്പിക് മോട്ടോയിലെ അഡീഷൻ എന്ന് പറയുന്ന ആ വാക്ക് കമ്മ്യൂണിറ്റർ എന്നുള്ളതാണ്. അവരുടെ ഒരു സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ നമ്മൾ ഇതാണെന്ന് വിചാരിച്ച് ഇതും അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ച് അതും ഒക്കെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അല്ല, ഈ സ്പെല്ലിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ 3 ആണ് കമ്മ്യൂണിറ്റർ. സിറ്റേഴ്സ്, ഓൾട്ടേഴ്സ്, ഫോർട്ടേഴ്സ്, കമ്മ്യൂണിറ്റർ. ഓക്കെ, the IOC ഒളിമ്പിക് മോട്ടോ ഈസ് സിറ്റേഴ്സ്, ഓൾട്ടേഴ്സ്, ഫോർട്ടേഴ്സ് ആൻഡ് പുതിയതായിട്ട് ആഡ് ചെയ്ത വാക്ക് എന്താണ്? കമ്മ്യൂണിറ്റർ, which translates to faster, higher, stronger, together. ഓക്കെ, ഫാസ്റ്റർ എന്ന് പറയുന്നത് സിറ്റേഴ്സിനെ ഉദ്ദേശിക്കുന്നതാണ്. ഹയർ എന്ന് പറയുന്നത് ഓൾട്ടേഴ്സിനെ ഉദ്ദേശിക്കുന്നതാണ്. ഫോർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ങറിനെ ഉദ്ദേശിക്കുന്നു. കമ്മ്യൂണിറ്റർ ടുഗദറിനെ ഉദ്ദേശിക്കുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതാണ് കൃത്യമായിട്ടുള്ള ഒളിമ്പിക് മോട്ടോയുടെ ഓർഡർ? അപ്പൊ ആദ്യം എപ്പോഴും വരുന്നത് എന്താണ്? സിറ്റേഴ്സ് ആണ്. സിറ്റേഴ്സിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഫാസ്റ്റർ എന്നുള്ളതാണ്. ഓൾട്ടേഴ്സ് ആണ് രണ്ടാമത് വരുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഹയർ എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് ഫോർട്ടേഴ്സ് ആണ്. ഫോർട്ടേഴ്സിന്റെ അർത്ഥം സ്ട്രോങ്ങർ എന്നാണ്. ഇപ്പൊ പുതുതായിട്ട് വന്ന കമ്മ്യൂണിറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടുഗദർ എന്നാണ്. ഓക്കെ, the word communitor emphasize solidarity and global unity through sport. അപ്പോൾ മേ ബി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ വേർഡ് ടുഗദർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അതെന്തിനെ ഉദ്ദേശിക്കുന്നു? സോളിഡാരിറ്റിയെയും ഗ്ലോബൽ യൂണിറ്റിയെയും, സ്പോർട്സിലൂടെയുള്ള സോളിഡാരിറ്റി, ഗ്ലോബൽ യൂണിറ്റി എല്ലാം സൂചിപ്പിക്കുന്ന വാക്കാണ് ഇതിനകത്തിലെ ടുഗദർ അഥവാ കമ്മ്യൂണിറ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following dimension of sports promotion involves working with the business to generate added revenue for sports program? ഇത് സ്പോർട്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കി ആൻസറിലേക്ക് പോകാം. ഈ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിൽ സ്പോർട്സ് പ്രൊമോഷൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പോർട്സ് പ്രൊമോഷൻ ഇൻവോൾവ്സ് വർക്കിംഗ് വിത്ത് ബിസിനസ് ടു ജനറേറ്റ് ആഡഡ് റവന്യൂ ഫോർ സ്പോർട്സ് പ്രോഗ്രാം. സ്പോർട്സ് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ആഡഡ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്പോർട്സ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിൽ ഏതാണ്? ഇപ്പോൾ മാനേജർ എന്നൊരാള് ആഡഡ് റവന്യൂവിന് വേണ്ടി ഇരിക്കുന്ന ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഗവേണിംഗ് ബോഡിയും എന്താണ്? ഫണ്ടുകൾ ഇഷ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ബോഡിയാണ്. ഇനിയിപ്പം അത്ലറ്റ് ആണെങ്കിലും അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആളല്ല ഒരിക്കലും അത്ലറ്റ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? കോർപ്പറേറ്റ് പാർട്ട്ണർ. അതായത് പലപ്പോഴും പല മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ ഒന്നിലധികം കമ്പനികൾ കൂടി അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കൂടി ചേർന്ന് ഈ ഒരു ഇതിലേക്ക് നടത്തുമ്പോൾ അവിടെ ആഡഡ് റവന്യൂ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 കോർപ്പറേറ്റ് പാർട്ട്ണർ ആണ്. എ കോർപ്പറേറ്റ് പാർട്ട്ണർ ഈസ് എ ബിസിനസ് എൻറ്റിറ്റി ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ എ സ്പോർട്സ് പ്രോഗ്രാം. സ്പോർട്സ് പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ബിസിനസ് എൻറ്റിറ്റിയാണ് കോർപ്പറേറ്റ് പാർട്ട്ണർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഇൻവെസ്റ്റ്മെന്റ് യൂഷ്വലി കംസ് ഇൻ ദ ഫോം ഓഫ്, ഈ ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിൽ വന്നു ചേരാം. ഒന്നാമത്തെ ഫോമാണ് എന്ത്? സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോം അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നുമല്ലാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഓർ അതർ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഡയറക്ട്ലി ജനറേറ്റിംഗ് ആഡഡ് റവന്യൂസ് ഫോർ ദി സ്പോർട്സ് പ്രോഗ്രാം in exchange for benefits like brand visibility and association. This is a core component of revenue generation through business collaboration in sports. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ കൊളാബറേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊളാബറേറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എന്താണോ അത് നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് അതുവഴി അവരുടെ ബ്രാൻഡിനെ വളർത്താനും നമുക്ക് മെച്ചം കിട്ടാനുമായിട്ടൊക്കെ സഹായിക്കുന്ന തരത്തിൽ സാധ്യതകൾ ഇന്നത്തെ ലോകത്തുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിനകത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ തന്നെ ഇതിനകത്തുണ്ട്. ഏതൊക്കെ ഫോംസിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ സ്പോൺസർഷിപ്പ് എന്നും അഡ്വർടൈസിംഗ് എന്നും അല്ലെങ്കിൽ ആഡഡ് റവന്യൂ ഏൺ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രൈമറി ഡയമെൻഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇൻവോൾവ്സ്, അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രൈമറി ഡയമെൻഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതൊക്കെയാണ്? വാക്ക് ശ്രദ്ധിക്കുക. പ്രൈമറി, അതായത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏറ്റവും ആദ്യ പടിയിൽ വന്നു നിൽക്കേണ്ടുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലെ ഡയമെൻഷൻ ഏതാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലെ പ്രൈമറി ഡയമെൻഷൻസ് ആയിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന കോംബോ ബേസിലാണ്. BCD, ഒന്നെങ്കിൽ BCD ഓപ്ഷൻ വരുന്നതാവാം, അല്ലെങ്കിൽ ABC, ഈ ABC കോംബോ വരുന്നതാകാം, CDE അല്ലെങ്കിൽ ഈ CDE കോംബോ വരുന്നതാവാം, അല്ലെങ്കിൽ ADE, A മാർക്കറ്റിംഗ്, D സ്പാൻ ഓഫ് കൺട്രോൾ, E അഡ്വർടൈസിങ്. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പദങ്ങളാണ് ഇതിനകത്തുള്ളത്? ഒന്ന് വെറുതെ റഫായിട്ടൊരു ഗസ്സിങ്ങും കാര്യങ്ങൾ ചെയ്യുക. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുമ്പോൾ അവിടെ അഡ്വർടൈസിങ് എന്നൊരു കാര്യം വരുമോ? ഇല്ല. സോ നമ്മുടെ ഓപ്ഷനിലോട്ട് ഒന്ന് നോക്കി E എവിടൊക്കെ വരുന്നോ അതൊക്കെ നമുക്ക് തൽക്കാലം വിടാം. CDE എന്നുള്ള ഓപ്ഷനും AD എന്നുള്ള ഓപ്ഷനും തൽക്കാലം അങ്ങ് വിടാം. ഒന്നെങ്കിൽ BCD അല്ലെങ്കിൽ ABC ആയിരിക്കും ഉത്തരം വരിക എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ദെൻ വീണ്ടും വരിക, അതിൽ തന്നെ മാർക്കറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, വർക്ക് സ്പെഷ്യലൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ. ഈ മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണെന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എയും ഇയും ഒഴിവാക്കിയിട്ട് BCD എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതൊരു റഫായിട്ടുള്ള ഗസ് വർക്കാണ്. ഇതിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരുമോ എന്ന് നോക്കാം. നോക്കിക്കേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പോലും നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് BCD ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ പ്രൈമറി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, വർക്ക് സ്പെഷ്യലൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്. ഈ മാർക്കറ്റിംഗും അഡ്വർടൈസിങ്ങും ഒക്കെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഭാഗമാണ്, പക്ഷെ ഒരിക്കലും പ്രൈമറി ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആൻസർ ഏത് രീതിയിലാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. Based on management and organizational theory, the key elements or dimension that managers consider when designing an organizational structure are, ഒന്നാമത്തേത് വർക്ക് സ്പെഷ്യലൈസേഷൻ ആണ്, രണ്ടാമത്തേത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്, മൂന്നാമത്തേത് ചെയിൻ ഓഫ് കമാൻഡ് ആണ്. ഈ വർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ടാസ്ക്സ് ആർ ഡിവൈഡഡ്, ജോലികളെല്ലാം എപ്രകാരമാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇതാണ് വർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ്, അതായത് ആദ്യം ടാസ്കിന്റെ കാര്യമാണ്, ഡിവൈഡ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇവിടെ ജോബുകളെ ഏത് രീതിയിലാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്? ഹൗ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് എന്നുള്ളതാണ്. ഇനി ചെയിൻ ഓഫ് കമാൻഡ്, ഈ ഒരു വാക്കിന് പകരമായിട്ട് മറ്റൊരു പേരാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന് നമ്മൾ കണ്ടത്. എന്ത്? സ്പാൻ ഓഫ് കൺട്രോൾ, അതായത് ഹൂ റിപ്പോർട്ട്സ് ടു ഹും, ആര് ആരോട് വിധേയപ്പെട്ട് നിൽക്കണം അല്ലെങ്കിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം, അതിനെയാണ് ഈ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെ സ്പാൻ ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന ഒരു വഴി കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, സോ കണ്ടോ, ചെയിൻ ഓഫ് കമാൻഡ് സ്പാൻ ഓഫ് കൺട്രോളിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ ഓട്ടോമാറ്റിക് എന്താണ്? നമ്മുടെ ആൻസറിൽ വരുന്ന കാര്യമാണ്. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് പെർ മാനേജർ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എത്ര സബോർഡിനേറ്റ് ഒരു മാനേജറിന്റെ കീഴിലുണ്ട്, ബേസിക്കലി എത്ര മാത്രമാണ്. ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അതായത്
ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എവിടെയാണ് ലൈ ചെയ്ത് കിടക്കുന്നത്. അതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഫോർമലൈസേഷൻ ആണ്. ദ ഡിഗ്രി ടു വിച്ച് ജോബ്സ് within the organization are standardized. ഓക്കെ, അപ്പൊ ഫോർമലൈസേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞാണ്? അതായത് ഈ ഓർഗനൈസേഷനിലെ ജോബ്സ് എല്ലാം ഏത് ഡിഗ്രിയിലാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ഓർക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻക്ലിനേഷൻ ഓഫ് എ റേറ്റർ ടു കൺസിഡർ ബിഹേവിയേഴ്സ് ടു ബി മോർ നിയർലി ദ സെയിം when they are united close together on a scale than when they are separated by some distance refers to. അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ചോദ്യം കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇൻക്ലിനേഷൻ, അതായത് ഒരു ഉയർച്ചയുടെ കാര്യമാണ്. ഇൻക്ലിനേഷൻ ഓഫ് എ റേറ്റർ ടു കൺസിഡർ ബിഹേവിയേഴ്സ് ടു ബി മോർ നിയർലി സെയിം when they are united close together on a scale. ഒരു സ്കെയിലിൽ അളക്കുമ്പോൾ ബിഹേവിയേഴ്സ് എല്ലാം ക്ലോസ് ആയിട്ട് ടുഗദർ ആയിട്ട് യുണൈറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ആ ഒരു റേറ്ററിന്റെ കാഴ്ചപ്പാടിൽ വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതിനാൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഇറർ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടുഗദർ ഓൺ എ സ്കെയിൽ ദാൻ വെൻ they are separated by some distance refers to. അപ്പോൾ അങ്ങനെ ഒന്നിച്ചിരിക്കേണ്ടുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിസ്റ്റൻസ് ആയിപ്പോയി. അപ്പോൾ അത്തരത്തിൽ വരുന്ന എറർ ഇതിനകത്ത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 1 ഒബ്സർവർ ബയാസ് എറർ, ഓപ്ഷൻ 2 ടൈപ്പ് 1 എറർ, ഓപ്ഷൻ 3 പ്രോക്സിമിറ്റി എറർ, ഓപ്ഷൻ 4 സ്കെയിൽഡ് എറർ. അപ്പം ഇതിനകത്തിൽ ഒരു കീ വാക്കുണ്ട്. ഈ ക്ലോസ് ടുഗെദർ എന്നൊരു വാക്കും അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്, ഈ രണ്ട് വാക്കുകളുടെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ആൻസർ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒബ്സർവർ ബയാസിന്റെ ഈ രണ്ട് വാക്കുകളുമായിട്ട് മാത്രം ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒബ്സർവർ ബയാസോ ഇതിനായിട്ട് വരുന്നില്ല. സ്കെയിൽഡ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കുന്നതിൽ എന്തോ എറർ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് 1ഉം 4ഉം വരുന്നില്ല. ടൈപ്പ് 1 എറർ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതേയല്ല ബേബി. അപ്പം വരാൻ സാധ്യതയുള്ളത് പ്രോക്സിമിറ്റി എറർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 പ്രോക്സിമിറ്റി എറർ ആണ്. എന്താണ് ഈ പ്രോക്സിമിറ്റി എറർ? ദ എറർ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഓർ റേറ്റിംഗ് ഓഫൺ സീൻ ഇൻ പെർഫോമൻസ് റിവ്യൂസ് ഓർ അസസ്മെന്റ്സ്. ഓക്കെ, അപ്പം ഈ പ്രോക്സിമിറ്റി എറർ എന്ന് പറയുന്നത് ഇവാലുവേഷൻ പ്രോസസ്സിൽ, ഈ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ മറ്റൊരു പേരാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓഫൺ സീൻ ഇൻ പെർഫോമൻസ് റിവ്യൂസ് ഓർ അസസ്മെന്റ്, പെർഫോമൻസ് റിവ്യൂവിൽ അല്ലെ അസസ്മെന്റ്സിൽ കൃത്യമായിട്ട് ഒക്വർ ചെയ്യുന്ന ആ ഒരു ഇതിന്റെ ആ ഒരു എറർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോക്സിമിറ്റി എറർ എന്ന് പറയുന്നത്. ദിസ് എറർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ റേറ്റേഴ്സ് ടെൻഡൻസി ടു പെർസീവ് ബിഹേവിയേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് as being more similar than they actually are. അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഈ റേറ്റ് ചെയ്യുന്ന അല്ലെ റേറ്റർ ടെൻഡൻസി അനുസരിച്ച് ബിഹേവിയേഴ്സിനെ പെർസീവ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു എററും കാര്യങ്ങളുമാണിത്. സിംപ്ലി ബിക്കോസ് ദോസ് ബിഹേവിയേഴ്സ് ആർ പൊസിഷൻഡ് ക്ലോസ് ടു ഈച്ച് അതർ ഓൺ എ റേറ്റിംഗ് സ്കെയിൽ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് വാക്കുകൾ ക്വസ്റ്റ്യനിലെ യുണൈറ്റഡ് ക്ലോസ് ടുഗെദറും സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസും. അപ്പൊ ആ രീതിയിലാണ് പ്രോക്സിമിറ്റി എറർ എന്ന ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വെക്റ്റർ ഈസ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ്. ബയോമെക്കാനിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒരു വെക്റ്ററിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനകത്ത് ഏതൊക്കെ ആസ്പെക്ട് കൊണ്ട് ഒരു വെക്റ്ററിനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കറിയാം, സ്കേലർ ക്വാണ്ടിറ്റി ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഉള്ളത് നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻസ് BCD, മേ ബി ഈ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ BDE, BDE ഈ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ ABE, EABE കോംബോ ആയിരിക്കും ആൻസർ വരിക, അല്ലെങ്കിൽ ABC. ഈ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് വരാം. നമുക്ക് ജസ്റ്റ് ആൻസർ പറഞ്ഞിട്ട് ആ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. BDE ആണ് ഇവിടെ ആൻസർ വരുന്നത്. B എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്, D എന്ന് പറയുന്നത് ഡയറക്ഷൻ, E എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എ വെക്റ്റർ ഈസ് എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഇൻ ഫിസിക്സ്
ആൻഡ് മാത്തമാറ്റിക്സ് that describes a quantity possessing both magnitude and direction. അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉൾക്കൊള്ളുന്ന ഒരു അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയും ഡിയും ഡയറക്ട്ലി അവിടെ ആൻസർ ആയിട്ട് വന്നു. നമുക്കിവിടെ ബിയും ഡിയും ഉള്ള ഓപ്ഷൻസിനെ മാത്രം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം ഒഴിവാകും. പിന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണെന്ന് നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൽ തന്നെ ബി ഡി ഇ ആണ് നമ്മുടെ ആൻസറിൽ വന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ വേരിയേഷൻ ഉണ്ടാവത്തില്ലേ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റും വേരിയേഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഫ്രം സ്കേലർ ക്വാണ്ടിറ്റി വിച്ച് ഓൺലി ഹാസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സ്കേലർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമാണുള്ളത്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണുള്ളത്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെയുണ്ട്, അവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്റ്റർ ക്വാണ്ടിറ്റി ഇൻഹറന്റ്ലി possessing magnitude and direction. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കീ ആസ്പെക്ട്സ് ഓഫ് ഡയറക്റ്റിംഗ് ഇഫക്റ്റീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് പ്രോഗ്രാം ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ്. അതായത് ഇഫക്റ്റീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് പ്രോഗ്രാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ചോദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കീ ആസ്പെക്ട്സ്, അവിടുത്തെ ഡയറക്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കീ ആസ്പെക്ട്സ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? അപ്പോൾ വാക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കീ ആസ്പെക്ട്സ് ഓഫ് ഡയറക്റ്റിംഗ്, അതിപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലായിക്കോട്ടെ മറ്റേത് ഫീൽഡും ആയിക്കോട്ടെ, കീ ആസ്പെക്ട്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ രീതിയിൽ നമ്മൾ ഈ ഓപ്ഷൻസിലൂടെ പോയി നമുക്ക് ആൻസറിലേക്ക് എത്തണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പഠിച്ചതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങളുടെ പഠനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്